السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولأقاربنا ولجميع المؤمنين والمؤمنات. ദീനിലെ ഇസ്ലാമിലെ ജാമ്യ വ്യവസ്ഥകളെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പാഠമാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ തീരെ ആലോചിക്കാത്തതും കേൾക്കാത്തതുമായതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. എന്നാൽ പോലും പരിശുദ്ധമായ ദീനിൽ ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടെ കേസും കോടതിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അവിടെ ജാമ്യം നിൽക്കലും ജാമ്യം കൊടുക്കലും ജാമ്യം പറയലും ജാമ്യത്തിൽ ഇറങ്ങലും ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ നിയമമാണിത്. നമുക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതുമാണ്. എവിടെയൊക്കെ ചെയ്യാം? കടത്തിന് ചെയ്യാം. ഒരാൾ കടം വാങ്ങിയാൽ ആ വിഷയത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ജാമ്യം നിൽക്കാൻ പറ്റും. കടക്കാരന് ജാമ്യം നിൽക്കുക. മഹർ കടം പറയുകയാണെങ്കിൽ മഹറിന് ജാമ്യം നിൽക്കാം. പെണ്ണിനത് പറയാം, എനിക്ക് ജാമ്യക്കാരൻ വേണം. പെണ്ണിന് ചിലവ് കൊടുക്കുന്നില്ല ഒരാൾ, അപ്പോൾ ആ പെണ്ണിൻ്റെ ചിലവിന് ഒരാൾക്ക് ജാമ്യം വേണമെന്ന് പറയാം. ഇതൊക്കെ പറ്റും. ഇതാണ് കടത്തിനുള്ള ജാമ്യം എന്ന് പറയുന്നത്. ഈ കടത്തിന് ജാമ്യം നിൽക്കുന്ന ആൾക്ക് പറയുന്ന പേര് ളാമിന് എന്നാണ്. അതുകൊണ്ടാണ് തുടങ്ങുന്നത് കിതാബുൽ ലമാൻ. വേറെയും പല രീതിയിലുള്ള ലമാനുകളൊക്കെ ഉണ്ട്, അത് തുടർന്ന് നമുക്ക് പഠിക്കാം. യസിഹു മിൻ മുക്കല്ലഫിൻ റഷീദിൻ, മുക്കല്ലഫും റഷീദുമായ വ്യക്തിയിൽ നിന്ന് സ്വഹീഹ് ആകും ലമാനും ബിദൈനിൻ, കടത്തിന് ജാമ്യം നിൽക്കൽ. റഷീദാന ബുദ്ധിയും പ്രായപൂർത്തിയും വകതിരിവൊക്കെ ഉള്ള വാജിബിൻ, കൊടുക്കൽ നിർബന്ധമായ സ്ഥിരപ്പെട്ട ഒരു കടത്തിന് ലാമിൻ. ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിൽക്കുന്നത് അയാളെ പേര് മദ്മൂൻ ലഹു എന്നാണ്. സവാൻ ഇസ്തഖറ ഫി മദ്മൂനി ദിമ്മത്തിൽ മദ്മൂനി ലഹു, അത് മദ്മൂനു ലഹു വിൻ്റെ ഉത്തരവാദിത്വത്തിൽ സ്ഥിരപ്പെട്ടതാണെങ്കിലും കനഫഖത്തിലും വമാ ഖബലഹു ലി സൗജത്തി, ഭാര്യക്കുള്ള ഇന്നത്തെ ചെലവ് ഇതിന് മുമ്പ് ഉള്ളതിൻ്റെ ചെലവ്, ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കുന്നില്ല, അത് കടായിട്ടുള്ള ബാക്കി ഉണ്ടാവില്ലേ, ആ കടത്തിന് ജാമ്യം നിൽക്കാന്നർത്ഥം. അപ്പോൾ ഭാര്യയ്ക്കും വേണ്ടിയാണ് ഒരാളുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ജാമ്യം നിൽക്കുന്നത്. അയാളുടെ പേര് മദ്മൂന് ലഹു എന്നാണ്. അപ്പോൾ ചിലവ് കൊടുക്കാത്ത ആളാവുമ്പോൾ ചിലപ്പോൾ ജാമ്യമൊക്കെ വേണ്ടി വരും. സഭാ കടം സ്ഥിരപ്പെടട്ടെ ഫീ ദിമ്മത്തിൻ മദ്മൂന് ലഹു, മദ്മൂന് ലഹുവിൻ്റെ ഉത്തരവാദിത്വത്തിൽ കനഫഖത്തിൽ ലൗമി വമാ ഖബലഹു ലി സൗജത്തി, ഒരാളുടെ ഭാര്യയ്ക്ക് കിട്ടേണ്ട ഇന്നത്തെ ചിലവ് വമാ ഖബലഹു, ഇതിന് മുമ്പുള്ള ദിവസത്തെ ചിലവൊക്കെ കടാണ്. ഇത് സ്ഥിരപ്പെട്ടൊരു കടമാണ്. അതുപോലെ തന്നെ ഞാനൊരു സാധനം നിങ്ങൾക്ക് വിറ്റു, ഇതിൻ്റെ വില എനിക്ക് നിങ്ങൾ പിന്നീടാണ് തരിക. അപ്പോൾ ഞാൻ ആവശ്യപ്പെടുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു സാധനം വിറ്റു, ഒരു കിതാബ് വിറ്റു, ഒരു മൊബൈൽ വിറ്റു, അതിൻ്റെ വില പിന്നീട് തരിക. അപ്പോൾ അതിനൊരാൾ ജാമ്യം നിൽക്കുക, അവൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരുമെന്ന്. അതാണ് ഔലം യസ്തഖിറ, അല്ലെങ്കിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത കടം ആണെങ്കിലും കസമനി മബീഇൻ, വിൽക്കപ്പെട്ട വസ്തുവിൻ്റെ വില പോലെ,
അത് സ്ഥിരപ്പെടില്ല. ഇപ്പോൾ ലം യഖ്ബദ്, ഖബ്ദ് ചെയ്യപ്പെട്ടില്ലാത്ത മൊബൈൽ. ഞാൻ നിങ്ങൾക്ക് മൊബൈൽ വിറ്റ് നിങ്ങൾ ഖബ്ദ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടം സ്ഥിരപ്പെട്ടു. സ്വീകരിച്ചിട്ടില്ല, മൊബൈൽ വിറ്റിട്ടേ ഉള്ളൂ, നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല എങ്കിലോ അത് സ്ഥിരപ്പെടാത്ത കടമാണ്. അതിനും ജാമ്യം നിൽക്കാം. ഔലം യസ്തഖിറ, അല്ലെങ്കിൽ സ്ഥിരപ്പെടാത്ത കടം. കസമനി മബീഇൻ, വിൽക്കപ്പെട്ട വസ്തുവിൻ്റെ വില പോലെ. അങ്ങനത്തെ വിൽക്കപ്പെട്ട വസ്തു ലം യഖ്ബദ്, അത് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടാലും ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും, ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ഥിരപ്പെട്ട കടമായി, ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സ്ഥിരപ്പെടാത്ത കടമായി. ഇതിനൊക്കെ ജാമ്യക്കാരെ നിർത്താം. ഇതൊക്കെ ആവശ്യമായിരിക്കും. നമ്മൾ സാധനം വിൽക്കുമ്പോൾ നമുക്കത് പൈസ കിട്ടുമല്ലേ, എങ്ങനെ ഉറപ്പ്? അപ്പോൾ അതിനൊരു ജാമ്യക്കാരൻ, ആ കടത്തിന് ഞാൻ ജാമ്യക്കാരനാണ്, ആ കടം എന്നോട് ചോദിക്കാം, എന്നോട് ആവശ്യപ്പെടാം എന്ന് പറയാം. അതായത് ജാമ്യം എന്ന് പറയുന്നതല്ലേ, അത് ഉറപ്പല്ലേ. അതുപോലെ ഇപ്പോൾ സ്വദാഖിൻ ഖബല വത്ഇന് മുമ്പുള്ള സ്വദാഖ്, മഹർ, ഇതൊക്കെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ സലമിന കടം, സ്ഥലം കച്ചവടത്തിലെ. ഏതായാലും ഇതിനൊക്കെ ജാമ്യം നൽകപ്പെടാൻ പറ്റുമോ? ലാ ബിമാ സയജിബു, പിന്നീട് നിർബന്ധമാകുന്ന കടത്തിന് ജാമ്യം സ്വഹീഹ് അല്ല. ഉദാഹരണം, കടത്തിൻ്റെ കടം പോലെ. കദീന് ഖർദ്, ഞാൻ നിങ്ങൾക്ക് ഒരു 1000 റുപ്യ കടം തരികയാണ്, അത് എനിക്കിപ്പോൾ തരൽ നിർബന്ധമില്ലല്ലോ, പിന്നീടല്ലേ തരൽ നിർബന്ധമുള്ളൂ. അതിന് ജാമ്യം നിൽക്കാൻ പറ്റില്ല. അതിന് നമ്മൾ പണയം പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കടത്തിനും പറ്റും എന്നൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പൈസ തരുന്നുണ്ടെങ്കിൽ, കടം തരുന്നുണ്ടെങ്കിൽ, ഒരു ജാമ്യക്കാരനെ വെച്ചിട്ട് കടം തരാൻ പറ്റും എന്നുള്ള അഭിപ്രായം ഉണ്ട്. ഏതായാലും ഇവിടെ പറയുന്നത് ലാ ബിമാ സയജിബു, പിന്നീട് നിർബന്ധമാകുന്നതിന് ജാമ്യം നിൽക്കൽ സ്വഹീഹ് അല്ല എന്നാണ്. കദൈനി ഖർദിൻ, കടമിടപാടിലെ കടം പോലെ. വനഫഖതി ഖദിൽ സൗജത്ത്, ഭാര്യയുടെ നാളത്തെ ചെലവ്. വലാ ബിനഫഖത്തിൽ ഖരീബി, കുടുംബക്കാരുടെ ചെലവ്. കുടുംബക്കാരുടെ ചെലവിനൊന്നും ജാമ്യം നിൽക്കാൻ പറ്റില്ല. കാരണം അതൊന്നും കടായി മാറൂല. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കടാവില്ല. മുത്തലഖൻ നിരുപാധികം. അത് ഇന്നത്തേതായാലും ഇന്നലത്തേതായാലും നാളത്തേതായാലും. ഖരീബ് എന്ന് പറഞ്ഞാൽ ഉപ്പ, ഉമ്മ, മക്കളുടെ, ഭാര്യയുടെ ചെലവ് നമുക്ക് ജാമ്യം ആവശ്യമാണെങ്കിൽ ജാമ്യം നിർത്താവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമായി. അപ്പോൾ ഭാര്യ പറഞ്ഞു എനിക്ക് അയാളെ ചെലവ് വരുന്നില്ല, ഞാൻ പോകില്ല. ഭർത്താവ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് കൊടുക്കാം. അപ്പം ഭാര്യ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ജാമ്യക്കാരനെ നിർത്തണം, എന്നാലേ ഞാൻ നിങ്ങളെ കൂടെ പോരുള്ളൂ. അപ്പോൾ ജാമ്യക്കാരനുണ്ടാവുമ്പോൾ അയാൾക്ക് നിന്ന് കൊടുത്താൽ മതി, ചിലവ് അയാൾ വാങ്ങി കൊടുക്കുമല്ലോ. അതാണല്ലോ ജാമ്യത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ പെണ്ണ് അയാളോട് ചോദിക്കാമല്ലോ. ഇങ്ങനെയാണ് ജാമ്യത്തിൻ്റെ സ്ഥിതി. ഇവിടെ വലാ യുശ്തറത്തു റിദ ദാഇനി വൽ മദീനി, ദാഇനിൻ്റെയോ മദീനിൻ്റെയോ തൃപ്തി ഷർത്തൊന്നുമില്ല. അയാൾ അറിഞ്ഞാൽ മതി. കടം കൊടുത്ത ആൾക്ക് ദായിന് അറിയും. ദാന എന്ന് പറഞ്ഞാൽ കടം കൊടുത്തു എന്നല്ലേ. നിസ്മുഫായിലാണ് ദായിൻ. കടം കൊടുത്തവൻ്റെ തൃപ്തി ഷർത്തില്ല. വൽ മദീൻ, കടം വാങ്ങിയവൻ്റെ തൃപ്തി എന്തില്ല, ഷർത്തില്ല. കടം കൊടുത്തവൻ്റെ തൃപ്തി ഷർത്താണ് എന്നൊരു അഭിപ്രായമുണ്ട്. യസിഹു ളമാനു റഖീഖി ബിഇദ്നി സയ്യിദിഹി, അടിമയുടെ ളമാന് സ്വഹിയാകും യജമാനൻ്റെ സമ്മതത്തോടെ. ഈ അടിമക്ക് ജാമ്യം നിൽക്കാൻ പറ്റുമോന്നാണ്. അതെ, പക്ഷേ യജമാനൻ്റെ സമ്മതം വേണം. അപ്പോൾ ഓക്കെ. അപ്പോൾ കടത്തിൻ്റെ ജാമ്യം, കടം ഏറ്റെടുക്കുക എന്നർത്ഥം. കടത്തിന് ജാമ്യം എന്ന് പറഞ്ഞാൽ അവൻ തന്നിട്ടില്ലെങ്കിൽ ഞാനത് തരുമെന്ന് പറഞ്ഞിട്ട് കടം ഏറ്റെടുക്കുന്നതിൻ്റെ പേരാണിപ്പോൾ ലമാൻ എന്ന് പറയുന്നത്. ശരി, ഇങ്ങനെ ജാമ്യക്കാർ കുറേ പതി അറബിയിലുണ്ട്. ലാമിന്, ഹമീല്, സഈം, കഫീല്
അങ്ങനൊക്കെ ജാമ്യക്കാർക്ക് പറയുന്ന പേരാണ്. സ്വബീർ എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ പിന്നീട് നടക്കുന്ന കച്ചവടം കർള്, ഞാൻ നിനക്ക് 1000 രൂപ കടം തന്നു എന്ന് പറയുന്നിടത്തുള്ള ആ കടം, ഇതിനൊന്നും ജാമ്യം സഹിയാകൂല എന്നാണ്. അത് പറ്റും, കടത്തിന് ജാമ്യം നിൽക്കാൻ പറ്റും. കർളിലെ കടത്തിന് ഈ അങ്ങനെ കടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ടാവും. ഞാൻ നിങ്ങൾക്കൊരു സാധനം വിറ്റു, നിങ്ങളതിൻ്റെ പൈസ എനിക്കിപ്പോൾ തരുന്നില്ലെങ്കിൽ അതും കടാണ്. അത് ബൈഇലെ കടം എന്നാ പറയാം, ബൈഉദ്ദൈന്. ഞാൻ നിങ്ങൾക്കൊരു 1000 രൂപ കടം തന്നു, അത് കർളിലെ ദൈന് എന്നാ പറയാം, ദൈനുൽ കർള്. സ്ഥലമച്ചവടം നടത്തി ഒരു സാധനം പിന്നീട് ഏൽപ്പിക്കുന്നു, വിശേഷണങ്ങളൊക്കെ പറഞ്ഞൊരു സാധനം ഇന്ന മാസത്തിൽ ഏൽപ്പിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഞാനൊരു സാധനം വിൽക്കുന്നു, അപ്പോൾ അത് സ്ഥലമിലെ കടാണ്. ഇങ്ങനെ ഓരോ ഇടപാടിലും കടങ്ങളുണ്ടാകും. ഇനി അടുത്ത മസല ശ്രദ്ധിക്കുക. ആൾക്ക് ജാമ്യം നിൽക്കുക, വസ്തുവിന് ജാമ്യം നിൽക്കുക. വസ്തുവിന് ജാമ്യം നിൽക്കാവുന്നതാണ്. അത് അയാളത് തന്നിട്ടില്ലെങ്കിൽ ഞാനത് നിനക്ക് തരും, ആ സാധനം ഞാൻ നിനക്ക് തരുമെന്ന്. ഇപ്പോൾ നിങ്ങളെന്നോട് എൻ്റെ ഒരു സ്വർണ്ണാഭരണം നിങ്ങൾ വായ്പ വാങ്ങി, അല്ലെങ്കിൽ ഒരു കാറ് വായ്പ വാങ്ങി. അപ്പോൾ ഞാനിതിന് ജാമ്യക്കാരനെ നിർത്തുക. എന്ത്? ആ കാറ് അയാൾ തരും, നീ കൊടുത്തോ, അല്ലെങ്കിൽ ഞാനത് വാങ്ങിത്തരുമെന്ന് പറയുന്ന അതാണ് വതസിഹു മിൻഹു. മുകളിൽ പറഞ്ഞ ആളുണ്ടല്ലോ, മുക്കല്ലഫ് റഷീദ്, ബുദ്ധിയും പ്രായപൂർത്തിയും ബോധമുള്ള റഷീദായ ആൾ, ദീനും ദുനിയാവും സ്വലാഹുള്ള ആൾ, അയാൾ ഇന്ന് സ്വഹിയാകും. കഫാരത്തും ബി ഐനിൻ, ഒരു വസ്തുവിനെ തിരിച്ചു നൽകാമെന്നതിന് ജാമ്യം നിൽക്കൽ. ആ വസ്തുവിൻ്റെ ഉടമസ്ഥന് വേണ്ടി ജാമ്യം നിൽക്കുക. ആ വസ്തു, ഒരു സാധനത്തിൻ്റെ ഉടമസ്ഥന് വേണ്ടി ജാമ്യം നിൽക്കുക, ഇനി കഫാലത്ത് എന്ന് പറയാം. ലമാന് എന്ന് പറഞ്ഞില്ലേ മുകളിൽ, ഇവിടെ കഫാലത്ത് എന്ന് പറയാം. വസ്തുവിന് ജാമ്യം നിൽക്കുമ്പോൾ കഫീൽ, കഫാലത്ത് എന്ന് പറയാം. തസിഹുമിന് കഫാലത്തും ബി ഐനിൻ മൽമൂനത്തിൻ, ഉത്തരവാദിയാകുന്ന ഒരു വസ്തുവിന്, അഥവാ നശിച്ചാൽ ഉത്തരവാദിയാകുന്ന ഒരു വസ്തുവിന് അവൻ്റെ കൈ അതിൽ ലമാൻ്റെ കൈയാകണം. കമൗസൂബത്തിൻ, കവർന്നെടുക്കപ്പെട്ട വസ്തു പോലെ, മുസ്തആറത്തിൻ, വായ്പ വാങ്ങപ്പെട്ട വസ്തു പോലെ, ഇതിനൊക്കെ ജാമ്യം നിൽക്കാവുന്നതാണ്. ഇനി ആൾക്ക് ജാമ്യം നിൽക്കാം, വ്യക്തിക്ക് വേണ്ടി ജാമ്യം നിൽക്കാം. ഏത് വ്യക്തി? കോടതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാളെ വീണ്ടും വിട്ടാൽ, അയാളെ വിട്ടയച്ചാൽ പിന്നെ അയാൾ ഓടി രക്ഷപ്പെടാൻ നിൽക്കുക. അപ്പോൾ അയാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുക. എങ്ങനെയാണ് ജാമ്യം നിൽക്കൽ? അയാളെ ഞാൻ ഹാജരാക്കുന്നു, ആൾ ജാമ്യത്തിൽ വിട്ടു എന്ന് പറയുന്ന കേട്ടില്ലേ, കോടതിയിൽ ഹാജരാക്കാൻ. ഇതിനും ജാമ്യം നിൽക്കാവുന്നതാണ്. ഇങ്ങനെ ജാമ്യം നിൽക്കുന്ന ആൾക്ക് കഫീൽ എന്നാണ് പറയാം. വസ്തുവിനോ വ്യക്തികൾക്കോ ജാമ്യം നിൽക്കുന്ന ആളുടെ പേര് കഫീൽ എന്നാണ്. കടത്തിന് ജാമ്യം നിൽക്കുന്ന ആളുടെ പേര് വാമിൻ എന്നാണ്. അപ്പോൾ ഹാജരാക്കിയാൽ മതി. ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിന്നത് അയാളെ മുന്നിൽ ഹാജരാക്കിയാൽ മതി. ഇനി വബി ബദനിമൻ കൊടുക്കാത്ത ബി ഐനിൻ മൽമൂനത്തി എന്ന് പറഞ്ഞില്ലേ, ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുന്ന വസ്തുവിന് വേണ്ടി ജാമ്യം നിൽക്കൽ സ്വഹീഹാണ്. ബി ഐനിൻ എന്ന് കൊടുക്കാത്ത വബി ബദനിമൻ, ഒരുത്തന് പകരവും ഒരുത്തൻ്റെ ശരീരത്തിന് വേണ്ടിയും, യസ്തഹിഖു ഹുളൂറഹു, മജ്ലിസ ഹുക്കുമിൻ, കോടതിയിൽ, മജ്ലിസ് ഹുക്കും എന്നാണ് വിധിന്യായ കോടതി, വിധിന്യായ കോടതിയിൽ ഹാജരാവാൻ അർഹതപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരത്തിന് ജാമ്യം നിൽക്കാം. യസ്തഹിഖു, അവന് നിർബന്ധമാണ്, യസ്തഹിഖു ഹുളൂറഹു, അവൻ ഹാജരാവൽ നിർബന്ധമാണ്. മജ്ലിസ് ഹുക്കുമിൽ, ഭരണ കോടതിയിൽ അവന് വേണ്ടി ജാമ്യം നിൽക്കാം, പക്ഷേ വിധിനിഹി സമ്മതത്തോടു കൂടെ. അപ്പോൾ പിന്നെ ഈ ജാമ്യത്തിൽ നിന്ന് എപ്പോഴാണ് രക്ഷപ്പെടുക? അവൻ ഹാജരാക്കിയാൽ മതി. വയബ്രഉൽ കഫീലു, കഫീല്
ജാമ്യത്തിൽ നിന്ന് ഒഴിവാകും. ബറഅ ഒഴിവാകും. ബിഹിളാരി മഖ്ഫൂലിൻ, ജാമ്യം നിൽക്കപ്പെട്ട ആളില്ലേ, അയാളെ ഹാജരാക്കിയാൽ, അത് വ്യക്തി തന്നെ ആണെന്നില്ല, മോള് പറഞ്ഞു ഷഖ്സൻ ഖാന, അത് വ്യക്തിയാണെങ്കിലും ഔ ഐനൻ വസ്തുവാണെങ്കിലും ആരുടെ മുന്നിൽ ഹാജരാക്കുക? ഇലൽ മഖ്ഫൂലി ലഹു, ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിന്നത് അയാളുടെ മുന്നിൽ ഹാജരാക്കലോടുകൂടെ കഫീല് ഉത്തരവാദിത്തത്തിന് ഒഴിവാകും. ഞാൻ ഹാജരാക്കാം, വസ്തുവിനെ ഹാജരാക്കാം. വസ്തുവിന് ജാമ്യം നിന്ന ഒരാൾ, വ്യക്തിക്കും ഇവിടെ ജാമ്യം നിന്ന ഒരാൾ എപ്പോഴാണ് തൻ്റെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാവുക? അയാൾ ഹാജരാക്കണം, അല്ലെങ്കിൽ ആ വസ്തുവിനെ ഹാജരാക്കണം. ഫയബ്റഉൽ കഫീലു, കഫീൽ ഒഴിവാകും. ബിഹിളാരി മഖ്ഫൂലിൻ, ജാമ്യം നിൽക്കപ്പെട്ട ഇതിനെ ഹാജരാക്കൽ കൊണ്ട്, ഷഖ്സൻ ഖാന, അത് വ്യക്തിയാവാം, ഔ അതിനെ വസ്തുവാകാം. എവിടെ ഹാജരാക്കുക? ഇലൽ മഖ്ഫൂലി ലഹു, മഖ്ഫൂൽ ലഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കുക. വഇല്ലം താലിബൻ, ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, അവൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഹാജരാക്കലോടുകൂടെ രക്ഷപ്പെട്ടു. ശരി, ഇനി കഫീലിന് വേണ്ടി ഇവൻ ഹാജരായാലും മതി. വഅബി ഹുദൂരിഹി അൻ ജിഹത്തിൽ കഫീൽ, കഫീലിൻ്റെ ഭാഗത്ത് നിന്ന് അവൻ ഹാജരായാലും മതി. ആര്? മഖ്ഫൂൽ ലഹു നേരിട്ട്, മഖ്ഫൂൽ തന്നെ ഹാജരായി കഫീലിൻ്റെ ഭാഗത്തുനിന്ന്. കഫീലാണല്ലോ ജാമ്യക്കാരൻ, ജാമ്യക്കാരൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്തു? മഖ്ഫൂലിനെ ഹാജരാക്കിയാൽ മതി, അല്ലെങ്കിൽ ഹാജരായാൽ മതി. രണ്ട് രീതിയാണുള്ളത്. ഒന്ന് മഖ്ഫൂലിനെ ഹാജരാക്കുക, അല്ലെങ്കിൽ മഖ്ഫൂൽ തന്നെ ഹാജരാവുക കഫീലിന് വേണ്ടി, അൻജിഹത്തി കഫീലിൻ. പക്ഷേ ഈ ഹാജരാകുമ്പോൾ ഒരു ഷർത്തുണ്ട്. എവിടെ ഹാജരാകണം, എങ്ങനെ ഹാജരാകണം എന്നൊരു വിഷയമുണ്ട്. വളരെ കൃത്യമാണ്. ബിലാ ഹായിലിൻ, മറയില്ലാതെ ഹാജരാകണം. മുത്തഖല്ലിബിൻ, ഇതുപോലെ ഒരു ശക്തനെ പോലെ. ഒരു മുത്തഖല്ലിബ് എന്ന് പറഞ്ഞ അർത്ഥം, നീ ആരടാ എന്നെ ചെയ്യാൻ എന്ന രീതിയിൽ ഒരു ഗുണ്ടാ സ്റ്റൈലിൽ ഹാജരായാൽ പറ്റൂല. ഒരു മറയില്ലാതെ ഹാജരാകണം. മുത്തഖല്ലിബിൻ, വെല്ലുവിളിക്കുന്നവനെ പോലെ ഹാജരായാൽ പോരാ, വിധേയത്വത്തോടെ ഹാജരാവണം. എവിടെ ഹാജരാകണം, എവിടെ ഹാജരാക്കണം, രണ്ട് വിഷയമാണുള്ളത്. ഒന്ന് മഖ്ഫൂലിനെ ഹാജരാക്കുക, രണ്ട് മഖ്ഫൂൽ തന്നെ കഫീലിന് വേണ്ടി ഹാജരാവുക. എവിടെ? ബിൽ മക്കാനില്ലദീ ശുരിത ഫിൽ കഫാലത്തി അൽഇഹ്ദാറു ഇലൈഹി, എവിടെ ഹാജരം ആക്കണമെന്നാണോ കഫാലത്തിൽ ഷർത്ത് വെച്ചത് അവിടെ. ബിൽ മക്കാനില്ലദീ ശുരിത ഫിൽ കഫാല, ഒരു സ്ഥലത്ത് ശുരിത ഫിൽ കഫാല, കഫാലത്തിന് നിബന്ധന പറഞ്ഞിരുന്നു അൽഇഹ്ദാറു ഇലൈഹി, അവിടെ ഹാജരാക്കണമെന്ന്. അവിടെ ഹാജരാക്കുകയോ ഹാജരാവുകയോ ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ? ഇല്ല, അങ്ങനെ ഷർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫഹൈസു വഖഅത്തിൽ കഫാലത്തു, കഫാലത്ത് എവിടെയാണോ സംഭവിച്ചത് അവിടെ. ഫിഹി, ഫഹൈസു വഖഅത്തിൽ കഫാലത്തു ഫിഹി, കഫാലത്ത് ഏതൊരു സ്ഥലത്താണോ സംഭവിച്ചത്, ഫീഹിന്റെ ളമീർ ഹൈസുയിലേക്ക്, എവിടെയാ ഏത് സ്ഥലത്താണോ കഫാലത്ത് സംഭവിച്ചത് അവിടെ ഹാജരാവുക. ശരി, ഇങ്ങനെ ആൾക്ക് വേണ്ടി ജാമ്യം നിന്നാലുള്ള ഗുണം എന്താണ്? ഗുണം, അവൻ ഹാജരായില്ലെങ്കിൽ ഈ കഫീലിനോട് ചോദിക്കാമെന്നത് തന്നെ. ഫൈൻ ഗാബ, അപ്പോൾ അവൻ സ്ഥലം വിട്ടാൽ, ലസിമഹു ഇഹ്റാറുഹു, അവൻ ഹാജരാക്കൽ നിർബന്ധമാണ്. ഇൻ അറഫ മഹല്ലഹു, അവൻ എവിടെയാണുള്ളത് എന്നറിയുമെങ്കിൽ. അവൻ കോടതിയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു ഗൾഫിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഗൾഫിൽ പോയിട്ട് കൊണ്ടുവരണം ഇവനെ. അതാണ് കഫീലിൻ്റെ, ജാമ്യക്കാരൻ്റെ ബാധ്യത. ഫൈൻ ഗാബ, അവൻ സ്ഥലം വിട്ടാൽ ലസിമഹു ഇഹ്റാറു, അവൻ ഹാജരാക്കൽ നിർബന്ധമാണ്. ഇൻ അറഫ മഹല്ലഹു, അവൻ്റെ സ്ഥലം അറിയുമെങ്കിൽ. മാമിന ത്വരീഖ, വഴി നിർഭയമാണ്, അങ്ങോട്ട് പോകാനുള്ള വഴി സുരക്ഷിതവും ആണെങ്കിൽ, തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ. വൈല്ല ഫല, അങ്ങനെ അല്ലെങ്കിൽ ഹാജരാക്കാൻ നിർബന്ധമൊന്നുമില്ല. സ്ഥലം അറിയില്ല അല്ലെങ്കിൽ വഴി അറിയില്ല എങ്കിൽ
ഹാജരാക്കൽ നിർബന്ധമൊന്നും ഇല്ല. ശരി, അങ്ങനെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ഇവനെ പിടിച്ച് ശിക്ഷിക്കും, ഇവനെ ജയിലിലിടും. ജാമ്യം നിന്നില്ലേ? ഇതൊക്കെയാണ്. ഇനിയും വിഷയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അർത്ഥം വെക്കാം. യസിഹുമി മുക്കല്ലഫിൻ റഷീദിൻ, റഷീദായ മുക്കല്ലഫിൽ നിന്ന് സഹിയാകും. ലമാനും ബിദൈനിൻ വാജിബിൻ, നിർബന്ധമായ ഒരു കടത്തിന് ജാമ്യം നിൽക്കൽ. സവാനിസ്തഖറ ഫീ ദിമ്മത്തിൽ മദ്മൂനി ലഹു, മദ്മൂനി ലഹുവിൻ്റെ ഉത്തരവാദിത്വത്തിൽ അത് സ്ഥിരപ്പെട്ടതാണെങ്കിലും, കനഫഖത്തിൽ യൗമി വമാ ഖബലഹു, ഈ ദിവസത്തെ ചെലവും അതിനു മുമ്പുള്ള ദിവസത്തെ ചെലവും ഈ സൗജത്തി ഭാര്യയ്ക്ക് നൽകേണ്ട ചെലവ് പോലെ. അപ്പോൾ ഇവിടെ മദ്മൂൻ ഉലോഹുവിൻ്റെ ദിമ്മത്തിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഭർത്താവിൻ്റെ അർത്ഥം, ഇപ്പോൾ ഭർത്താവിൻ്റെ ദിമ്മത്തിൽ സ്ഥിരപ്പെട്ടതാണല്ലോ ഇന്നത്തെ ചെലവും ഇതിനു മുമ്പുള്ള ചെലവും. ഔലം യസ്തഖിർ, അല്ലെങ്കിൽ സ്ഥിരപ്പെടാത്തതാണെങ്കിലും, നിർബന്ധമായാണ്, സ്ഥിരപ്പെട്ടിട്ടില്ല. കസമനി മബീലം യഖ്ബദ, ഏൽപ്പിച്ചു കൊടുക്കപ്പെടാത്ത വിറ്റ സാധനത്തിൻ്റെ വില പോലെ. അതുപോലെ മറ്റു ഉദാഹരണം സദാഖിൻ ഖബല വത്ഇൻ, സംയോഗത്തിന് മുമ്പുള്ള മഹർ പോലെ. ഇതിനു വേണ്ടിയൊക്കെ വേണമെങ്കിൽ ഭർത്താവിന് വേണ്ടി ജാമ്യം നിന്ന് കൊടുക്കാം. സദാഖിൻ്റെ അവിടെ ലാബിമാ സജിബു, പിന്നീട് നിർബന്ധമാകുന്നതിന് ജാമ്യം സഹിയല്ല. കദൈനി ഖർദിൻ, കടമിടപാടിലെ കടം പോലെ. വനഫഖത്തി ഖദിൻ ലിസൗജത്തി, ഭാര്യയുടെ നാളത്തെ ചെലവ് പോലെ. വലാ ബിനഫഖത്തിൽ ഖരീബി, കുടുംബക്കാരുടെ ചെലവ്, ഭക്ഷണം, വസ്ത്രമൊക്കെ. കുടുംബക്കാരെ അറിയുമ്പോൾ മാതാപിതാക്കളും സന്താനങ്ങളുടെ മക്കളും. മുത്തലഖ് നിരുപാധികം. നിരുപാധികം എന്ന് പറഞ്ഞാൽ ഇന്നത്തതാണെങ്കിലും ഇന്നലത്തതാണെങ്കിലും അല്ലെങ്കിൽ വരാനുള്ളതാണെങ്കിലും. കാരണം നിർബന്ധമല്ല പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കുക നിർബന്ധമാണ്. ഇന്നിപ്പോൾ അതെങ്ങനെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുത്ത് വീട് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കടായിട്ട് ബാക്കി ഉണ്ടാവില്ല. ഭാര്യൻ്റെ ഇപ്പോൾ ഇന്നത്തും ഇന്നലത്തും മിനിയാമത്തും വേറെ ഓളെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ചിലവിൽ കഴിഞ്ഞാൽ പോലും അവൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു മുത്ത് 2 മുത്ത് എന്നുള്ള ആ ഭക്ഷണത്തിൻ്റെ പൈസ കടായിട്ടുള്ള ബാക്കിയാവുന്നതാണ് നിയമം. അതാണ് അങ്ങനെ പറയാൻ കാരണം. ഒരാ ഇസ്ത്രത്തിൽ ഇതെന്താ, ഇനി കടം നൽകിയവൻ്റെ തൃപ്തി ഷർത്തില്ല. വൽ മദീനി, മദീനിൻ്റെ തൃപ്തിയും ഷർത്തില്ല. കടം കൊടുത്തവൻ്റെയും കടം വാങ്ങിയവൻ്റെയും. യസിഹു ദമാനു റഖീഖി ബിഇദ്നിസി, യജമാനൻ്റെ സമ്മതത്തോടു കൂടി അടിമയുടെ ദമാനു സഹിയാണ്. ഇനി വസ്തുവിന് ജാമ്യം നിൽക്കൽ, ആൾക്ക് ജാമ്യം നിൽക്കൽ. തസീഹു മിൻഹു, മുകളിൽ പറഞ്ഞ മുക്കല്ലഫും റഷീദുമായ വ്യക്തിയിൽ നിന്ന് സഹിയാകും. കഫാലത്തും ബി ഐനിൻ, ഒരു വസ്തുവിന് ജാമ്യം നിൽക്കൽ, ഉടമസ്ഥന് വേണ്ടി. മദ്മൂനത്തിൻ, നഷ്ടം സംഭവിച്ചാൽ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുന്ന വസ്തുവിന്. കമൗസൂബത്തിൻ, കയ്യേറ്റം ചെയ്യപ്പെട്ട വസ്തു പോലെ. മസ്താരത്തിന്, വായ്പ വാങ്ങപ്പെട്ട വസ്തു പോലെ. അബി ബദനിമൻ യസ്തഹിഖു ഹുളൂറുഹു, ഹാജരാകൽ നിർബന്ധമുള്ള ഒരുത്തൻ്റെ ശരീരത്തിനും ജാമ്യം നിൽക്കാം. ഇവിടെ ഹാജരാകൽ മജ്ലിസ ഹുക്കുമിൻ, കോടതിയിൽ, ബിദ്നി, സമ്മതത്തോടെ. വൈബറോൽ കഫീലു, കഫീൽ ഉത്തരവാദിത്വം ഒഴിവാകും. ബെഹ്ലാരി മക്ഫൂലിൻ, മക്ഫൂലിനെ ഹാജരാക്കിയാൽ, വ്യക്തിയാവട്ടെ വസ്തുവാവട്ടെ, ആരുടെ മുന്നിൽ ഹാജരാക്കിയില്ല? മക്ഫൂലി ലഹു, ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിന്നത് അവൻ്റെ അടുത്തേക്ക് ഹാജരാക്കുക. വൈല്യം താലിബു, അവൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും. മക്ഫൂൽ ലഹു, കഫീലിനോടെ മക്ഫൂലിനെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഹാജരാക്കലോടുകൂടെ ഉത്തരവാദിത്വം ഒഴിവായി. ഇനി വബി ഹുദൂരി, മക്ഫൂൽ തന്നെ ഹാജരായാലും മതി. അഞ്ചിഹത്തിൽ കഫീൽ, കഫീലിൻ്റെ ഭാഗത്തുനിന്ന്. കഫീൽ ഹാജരാക്കണ്ട, ഞാൻ മക്ഫൂൽ എന്തായി, ഞാൻ കഫീൽ പറഞ്ഞിട്ട് വന്നതാന്ന് പറഞ്ഞു, ഞാൻ മതി. ബിലാഹായിലും മറയില്ലാതെ ഹാജരാവണം, അല്ലെങ്കിൽ ഹാജരാക്കണം. ഇതുപോലെ കമുത്തഗല്ലിബിൻ, ഒരു മറയോടുകൂടെ ഹാജരാക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലെ കമുത്തഗല്ലിബിൻ, മുത്തഗല്ലിബിനെ പോലെ, ഒരു വെല്ലുവിളിക്കുന്നവനെ പോലെ, അത് പറ്റൂല.
അപ്പോൾ പിന്നെ വെല്ലുവിളിക്കുന്ന ഒരാളൊക്കെ ഉണ്ടാകുമ്പോൾ അവനെ അറസ്റ്റ് ചെയ്യാതെ അവനങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരാൻ പവർ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഉള്ളത് എങ്കിൽ അത് പറ്റൂലല്ലോ. ഇനി എവിടെ ഹാജരാവുക ബിൽ മക്കാനില്ലതീ, ഒരു സ്ഥലത്ത്, അല്ലതീ ശുരിത്ത ഫിൽ കഫാല, കഫാലത്തിൽ നിബന്ധനമാക്കപ്പെട്ട സ്ഥലത്ത്. എന്ത് നിബന്ധനമാക്കപ്പെട്ടല്ലേ? ഹല്ലാറു ഇലൈഹി, അവിടെ ഹാജരാക്കണമെന്ന്. വയില്ല, അങ്ങനെ ഷർത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഫഹൈസു വഖായത്തിൽ കഫാലത്തു ഫീഹി, എവിടെയാണോ കഫാലത്ത് സംഭവിച്ചത് അവിടെ ഹാജരാവുക. ഫൈൻ ഖാബ, അപ്പോൾ അവൻ സ്ഥലം വിട്ടാൽ, ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ, ലസിമു യഹ്ദർ, ഹാജരാക്കൽ നിർബന്ധമാണ്. ഇൻ അറഫ മഹല്ലു, അവനുള്ള സ്ഥലം അറിയുമെങ്കിൽ, വാമിന ത്വരീഖ, പോകുന്ന വഴി അവൻ സുരക്ഷിതനും ആണെങ്കിൽ, വഇല്ല ഫല, അങ്ങനെ അല്ലെങ്കിൽ ഹാജരാക്കൽ നിർബന്ധമൊന്നുമില്ല. അവൻ ഉത്തരവാദിയല്ലല്ലോ, അപ്പോൾ പിന്നെ അവനെ അറസ്റ്റ് ചെയ്യാനും പറ്റൂല. അപ്പോൾ മറയില്ലാതെ ഹാജരാവുക എന്നതിന് തടസ്സമില്ലാതെ ഹാജരാവുക എന്ന് പറഞ്ഞാൽ ഉദാഹരണമാണ് മുത്തഗല്ലിബ്, ഒരു പോക്കിരിയെ പോലെ. അപ്പോൾ ഒരു പോക്കിരിനെയും കൂട്ടാണ് വന്നത്, ഒരു പോക്കിരി കുണ്ടനെയും കൂട്ടിയാണ് വന്നത്. ഇവനെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ തടയാൻ വേണ്ടി. അങ്ങനെ ആകുമ്പോൾ അത് കൂട്ടൂല. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്.